ചരിത്രം പഠിക്കുകയും ചരിത്രം തിരുത്തുകയും ചരിത്രം രചിക്കുകയും ചെയ്തുകൊണ്ട് കാലത്തിനു മുമ്പേ സഞ്ചരിച്ച ഒരു മഹാൻ. കേരളത്തിൽ നിലച്ചുപോയ ദളിത് സംഘടനാ പ്രവർത്തനങ്ങളെ വീണ്ടെടുത്ത് ദളിത് പ്രത്യയശാസ്ത്ര സംഘടനാ പ്രവർത്തനത്തിൻ്റെ വാതിൽ മലർക്കി തുറന്നിട്ട് ചരിത്ര പുരുഷനായി മാറിയ കല്ലറ സുകുമാരന് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നാട് പീരുമേട്. എൻ്റെ പ്രിയപ്പെട്ട മണ്ണിൻ്റെ മക്കളെ, മണ്ണിനു വേണ്ടി കലാപം നയിക്കുക എന്ന് തൻ്റെ ജനതയോട് ആഹ്വാനം ചെയ്യുകയും ചെയ്ത കല്ലറ സുകുമാരൻ്റെ പ്രവർത്തന മണ്ഡലം. അവിടെയാണ് ഇത്തരത്തിലുള്ള സർക്കാർ സ്പോൺസേഡ് ദളിത് പീഡനങ്ങൾ അരങ്ങേറുന്നത് എന്നത് മലയാളം TV ലൈവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ തകർന്നു വീഴുന്നത് കേരളത്തിലെ 300ഓളം വരുന്ന ദളിത് സംഘടനാ പ്രസ്ഥാനങ്ങളുടെ വിശ്വാസ്യതയാണ്. അതിൻ്റെ നേതാക്കൾ ദളിതരുടെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനോട് എന്തുമാത്രം കൂറു പുലർത്തി എന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. 1800കളിലാണ് കേരളത്തിൻ്റെ കുന്നുകളിൽ തേയിലച്ചെടികൾ വളർന്നു തുടങ്ങിയത്. നാട്ടുരാജ്യമായ മൈസൂരിൻ്റെയും മദ്രാസിൻ്റെയും അധിപന്മാരായിരുന്ന സായിപ്പന്മാർ കങ്കാണിമാരെ വെച്ച് തോട്ടങ്ങളിൽ തൊഴിലാളികളെ കൊണ്ട് കഠിനമായി പീഡിപ്പിച്ച് തൊഴിലെടുപ്പിച്ചാണ് കുന്നുകളെ പച്ച പുതപ്പിച്ചത്. തൊഴിലാളികളെ തല്ലാനും കൊക്കയിൽ എറിഞ്ഞു കൊല്ലാനും മടി കാണിക്കാത്ത ഈ കങ്കാണിമാരുടെ പിന്മുറക്കാർ ഇന്നും തൊഴിലാളി വർഗ ഭരണകർത്താക്കളുടെ ഒത്താശയോടുകൂടി ദളിത് സമൂഹത്തിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകളാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗക്കാരുണ്ടാകുന്ന അതിക്രമങ്ങൾ അത് ഗവൺമെന്റ് ശ്രദ്ധപ്പെട്ടിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ്. വോട്ടിടുന്ന പാർട്ടിക്കാർ മുതലും ഞങ്ങളെ ചോദിച്ചില്ല ഇതുവരെ. CPM ഇല്ല. ഞാൻ 18 വയസ്സ് തൊട്ട് വോട്ട് തുടങ്ങിയപ്പം തൊട്ട് എനിക്കിപ്പോ 54 വയസ്സ്. ഈ 54 വയസ്സ് വരെ ഞാൻ CPM ഞാൻ വോട്ട് ചെയ്യുന്ന. ഞാനും ഒരു CPM ഒരു ഇതായിട്ടിരുന്ന് അംഗത്തിനായിട്ട് ഇരുന്ന് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ പാർട്ടിക്ക് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. രാത്രിയും പകലും അവര് വരെ ഇതുവരെ ഞങ്ങളെ വിളിച്ചിട്ട് ഒരു ചോദിച്ചില്ല. വിഷമമുണ്ടല്ലേ? പറഞ്ഞ് ചേച്ചിയുടെ പണി നോക്കി പോയിക്കോ, അല്ലെങ്കിൽ പെണ്ണുങ്ങളാന്ന് ഞാൻ നോക്കത്തില്ല, വെട്ടിക്കളയുമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഇവിടെ അംബേദ്കർ കോളനിയുടെ ഒരു ബോർഡ് സ്ഥാപിച്ചിരുന്നു. ആ ബോർഡാണ് ആക്രമണകാരികൾ ആദ്യം വന്ന് തട്ടിക്കളഞ്ഞത്. ഇതൊരു അംബേദ്കർ കോളനിയാണ്. 26 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഞാൻ വീട്ടിലായിരുന്നേ. എന്റെ വീട്ടിലിരുന്നപ്പോ എനിക്ക് പറഞ്ഞ് എന്റെ കെട്ടിയോൻ വിളിച്ച് പറഞ്ഞ്, എന്റെ കെട്ടിയോ അന്ന് കോടതി ഈ കേസിന് വേണ്ടിയിട്ടാ പോയിട്ടുണ്ടായിരുന്നേ. അപ്പൊ കെട്ടിയോ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് നമ്മുടെ വീടൊക്കെ അവിടെ പൊളിക്കുക, ചെന്ന് നോക്കാൻ പറഞ്ഞ്. ഞാൻ ഇവിടെ ഓടി വന്ന് ഈ വളി കൂടി ഓടി വരുമ്പോ 35 പേര് 40 പേര് കാണും. അത്രയും പേര് വന്നിട്ട് എല്ലാവരുടെ കയ്യിലും കത്തി ഉണ്ടായിരുന്നു. വലിയത് പുതിയ കത്തിയായിരുന്നു. വന്നിട്ട് ഞാൻ പറഞ്ഞ എന്തിനാടാ ഞങ്ങളുടെ വീട് പൊളിക്കുന്നതെന്ന് ചോദിച്ചപ്പം പറഞ്ഞ് ഞങ്ങൾ ഒത്തിരി പേരുണ്ട്, ഇനി എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ ഒന്നും ചെയ്യാനല്ല അങ്ങനെ പറഞ്ഞപ്പോ ഒത്തിരി പേരുണ്ടെങ്കിൽ ഞാൻ ചോദിക്കണ്ടെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ് ചേച്ചിയുടെ പണി നോക്കി പോയിക്കോ, അല്ലെങ്കിൽ പെണ്ണുങ്ങളാന്ന് ഞാൻ നോക്കത്തില്ല, വെട്ടിക്കളയുമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ മാറി വെട്ടി. അതെ, മാറി നിന്നില്ലെങ്കിൽ വെട്ടിയാണ്. ഇതേ ഈ കളം കണ്ടോ, വെട്ടിയിട്ടുണ്ട്. ഈ വെട്ടി എനിക്ക് വീഴേണ്ടത് കളത്തിനകത്ത് വീണ്. അതെ. പിന്നെ പറഞ്ഞ് ഞങ്ങൾ ഇപ്പം മാത്രമല്ല രാത്രിയിലും ഞങ്ങൾ വരുമെന്ന് പറഞ്ഞ് വന്നിട്ട് ഇവര് ഞങ്ങൾ ഈ കട്ടയൊക്കെ ഞങ്ങൾ നേരത്തെ ഈ മണ്ണ് ചെവര് മാത്രം വെച്ച് പടുതാ മറിച്ചാൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന താമസിച്ചത്. പായൊക്കെ ഉണ്ട്, ഞങ്ങൾ ഇവിടെയാ കിടക്കുന്നത്, എല്ലാം ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ഈ മഴ വീണപ്പോ ഞങ്ങൾ ഈ കട്ട ഞങ്ങൾ പണിക്ക് പോകുന്ന ആ ചേട്ടനോട് പറഞ്ഞിട്ട് കടം മേടിച്ച് ഇനി ഈ കട്ടയ്ക്കൊക്കെ ഞങ്ങൾ പൈസ കൊടുക്കണം. കടം മേടിച്ച് ഈ കട്ട മേടിച്ച് ഞങ്ങൾ പണിത് കതക് ജനല് എല്ലാം വെച്ച് കഴിയുമ്പോ ഇവര് വന്ന് രാത്രി ഇങ്ങനെ പൊളിച്ച് പകലാ പൊളിച്ച. ഒരു 11 ആകുമ്പോ സമയം ഞാൻ നോക്കില്ല, ധൃതി വെച്ച് ഓടി വന്നപ്പോ ഞാൻ സമയം നോക്കില്ല, എല്ലാം പൊളിച്ച് ഇട്ടിട്ട് ഇങ്ങനെ പോയത്. എസ്റ്റേറ്റ് റൈറ്റർ ഉണ്ടായിരുന്നു. ഈ റൈറ്റർ വന്നു കഴിഞ്ഞിട്ടാ ഞങ്ങൾക്ക് ഇത്രയോ ഉപദ്രവം. സാൻഡലി സാർ വന്നു കഴിഞ്ഞിട്ടാ ഞങ്ങൾക്ക് ഇത്ര ഉപദ്രവം തരുന്ന. ആ സാൻഡലി സാറ് നേരത്തെ തൊട്ടേ പറഞ്ഞോണ്ടിരുന്നേ. എന്റെ വീട്ടിൽ കയറി വന്നിട്ടേ പറഞ്ഞ്, ഈ വീട്ടിൽ കയറി വന്നിട്ടേ പറഞ്ഞ് ഞാൻ ഇത് പൊളിക്കും എന്ന് പറഞ്ഞ്. അതുപോലെ ആ സാൻഡലി സാർ പൊളിച്ച്. അന്ന് എസ്റ്റേറ്റിന്റെ ഈ ഉടമസ്ഥനും ഉണ്ടായിരുന്നേ, മാനേജർമാരും ഉണ്ടായിരുന്നേ, ആഫീസയ്യ ഉണ്ടായിരുന്നു, ആഫീസ് റൈറ്ററും ഉണ്ടായിരുന്നേ, എല്ലാരും മാനേജർമാരും എല്ലാരും ഉണ്ടായിരുന്നേ. ഇവിടത്തെ ആൾക്കാരും ഒരു 10 പേരുണ്ടായിരുന്നു. ഇവരെല്ലാം കൂടി ഭയങ്കര ആൾക്കാരായിരുന്നു. എല്ലാരും കൂടി ചെയ്തപ്പോ ഞാൻ തന്നെ ഇരുന്നപ്പോ എനിക്ക് ഒന്നും ചോദിക്കാനും പറ്റുന്നില്ല, ചെയ്യാനും പറ്റുന്നില്ല. എന്റെ പത്നിമാര് നിൽക്കുമായിരുന്നു. ഞാൻ കണ്ടോണ്ടായിരുന്നെ. പിന്നെ ഇതിനകത്ത് ഞാൻ എന്റെ കെട്ടിയോണം. പിന്നെ ഈ വാല ഞങ്ങൾ വെച്ചിരുന്ന ഞങ്ങളുടെ കപ്പ ചേമ്പ് എല്ലാം ഇട്ടിരുന്നു, എല്ലാം ചെയ്ത് കാപ്പി വെച്ചിട്ടുണ്ട്, എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് വെളിയും വെട്ടിക്കളഞ്ഞിട്ട് ഞങ്ങൾ ആരും ചോദിച്ചില്ല. ഇങ്ങനെ ചതി ചെയ്തിട്ടും ഇതുവരെ ഞങ്ങളെ വിളിച്ചോ നേരെയോ വലിയിലോ എവിടെ വെച്ചും ഞങ്ങളെ ചോദിച്ചിട്ടേ ഇല്ല. എങ്ങനെയാന്ന് ഞങ്ങളുടെ പാർട്ടിക്കാരോ
ഞങ്ങൾ വോട്ടിടുന്ന പാർട്ടിക്കാർ മുതലും ഞങ്ങളെ ചോദിച്ചില്ല ഇതുവരെ. CPM ഇല്ല. ഞാൻ 18 വയസ്സ് തൊട്ട് വോട്ട് തുടങ്ങിയപ്പം തൊട്ട് എനിക്കിപ്പോ 54 വയസ്സ്. ഈ 54 വയസ്സ് വരെ ഞാൻ CPM ഞാൻ വോട്ട് ചെയ്യുന്ന. ഞാനും ഒരു CPM ഒരു ഇതായിട്ടിരുന്ന് അംഗത്തിനായിട്ട് ഇരുന്ന് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ പാർട്ടിക്ക് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. രാത്രിയും പകലും അവര് വരെ ഇതുവരെ ഞങ്ങളെ വിളിച്ചിട്ട് ഒരു ചോദിച്ചില്ല. അറിയിച്ച് അവർക്കറിയാം, എല്ലാവർക്കും അറിയാം. ഞങ്ങളെ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഈ കിടക്കുന്നത് ഇടിഞ്ഞു പൊടിഞ്ഞു കിടക്കുന്ന വെറും കട്ടയും കല്ലുമല്ല. 9ലും 10ലും പഠിക്കുന്ന 2 കുട്ടികളുടെ സ്വപ്നങ്ങളാണ് കിടക്കുന്നത്. അവിടെ പാഠപുസ്തകങ്ങൾ വലിച്ചു കീറിയിട്ടിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിന്റെ തലമുടുക്കത്തിന് പിടിച്ച് പുറത്തേക്ക് ഇട്ടു പ്രായപൂർത്തിയായ പുരുഷന്മാര്. എന്ത് സുരക്ഷയാണ് ഈ പാവങ്ങൾക്ക് ഇവിടെ ഉള്ളത് എന്ന് ഈ സർക്കാർ ഒന്ന് കണ്ണു തുറന്ന് നോക്കണം. കേരളത്തിൽ പട്ടികജാതിക്കാർക്ക് വിവേചനമുണ്ടോ? ഇവിടെ ജാതി വിവേചനമുണ്ടോ? പട്ടികജാതിക്കാർക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള അക്രമം നടക്കുന്നുണ്ടോ? ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പീരുമേട്ടിലുള്ള തപ്പക്കുളം എസ്റ്റേറ്റിലേക്ക് ഒന്ന് വന്ന് നോക്കണം. ദാ ആ കാണുന്ന മരം വെട്ടിയിരിക്കുക 2 വൃദ്ധരായ മനുഷ്യരുടെ അധ്വാനമാണ് ഇതേപോലെ അതിക്രമം കാണിച്ച് ഇട്ടിരിക്കുന്നത്. അപ്പോ ഇത്രയും ഭയങ്കരമായിട്ടൊരു കാഴ്ചയെ കാണുന്നതേ. അത് ചേട്ടന്റെ വീടായിരുന്നു അത്? എന്താ സംഭവം ഒന്ന് സംഭവം നടന്നത്? ഞാൻ പഞ്ചായത്ത് പണിക്ക് ഞാൻ പോയി, കേരളക്കെട്ടാനും പോയി. അന്നേരം പിള്ളേർ മാത്രം 2 പേര് വീട്ടിൽ പഠിച്ചോണ്ടിരുന്നു. എത്ര വയസ്സുള്ള കുട്ടികളായിരുന്നു? 14 വയസ്സ് 13 വയസ്സ് പിള്ളേരാ. അവിടുന്ന് അയ്യാവ് മാനേജ്മെന്റുകളെ കൈ പിടിച്ച് വലിച്ച് മുടിയാൻ പിടിച്ച് വലിച്ച് ദൂരത്തെ കളഞ്ഞു. ആരുടെ? കുട്ടികളുടെ മുടിയെ പിടിച്ച് വലിച്ചു പിടിച്ച് കൊച്ചിനെ മുടി. ആരായിട്ടാ അങ്ങനെ ചെയ്തത്? മാനേജർ ചെയ്ത പണിയാ. മാനേജറും വാച്ച്മാനും ചെയ്ത പണിയാ. പിള്ളേർ പേടിച്ചിട്ട് ഓടിപ്പോയി. ഓടിപ്പോയി കഴിഞ്ഞിട്ട് ഞാൻ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ അവിടുന്ന് 11:30 ഇവിടെ വരുമ്പോ ഈ വീട് മൊത്തം തകർന്ന് കിടക്കുക. പിള്ളേരുടെ കഞ്ഞിയെല്ലാം മൊത്തം തകർത്ത് എന്റെ കട്ടിലെല്ലാം തീ വെച്ചിട്ട് ഞാൻ 3 പൗണ്ട് സ്വർണമോ 1 ലക്ഷം അൽമാരെന്ന് വെച്ചിട്ടുണ്ട്. അൽമാരിച്ച് പൊട്ടിച്ചമാരെ എല്ലാം എടുത്തോണ്ട് പോയി. അപ്പൊ പൈസ 1 ലക്ഷം രൂപ കൊച്ചിന് വേണ്ടി 3 പവനും ഞാൻ ഉണ്ടാക്കി വെച്ചതാ. അൽമാരി അമ്മാർ പൊട്ടിച്ച് വെച്ച് ആ പൈസ എടുത്തോണ്ട് പോയി. ഞാൻ ചോദിക്കുമ്പോ കത്തിയോണ്ട് കഴുത്ത കൊണ്ടുവന്ന് വെച്ച് നീ വയസ്സായി പോയി ആൾക്കാരോട് നിന്ന് വിട്ടടാന്ന് പറഞ്ഞ് ഞാൻ പേടിച്ച് ഒറ്റ ഞാൻ നിന്ന്. ഈ കുട്ടികളെന്ന് പറഞ്ഞല്ലോ, അത് ആൺകുട്ടിയാണോ പെൺകുട്ടി? പിന്നെ ഇതാ പെണ്ണ് 9ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുന്ന വെച്ച. അത് 9ാം ക്ലാസ് അവന്. മോള് 10ാം ക്ലാസ് പഠിക്കുന്ന ആ കുട്ടീനെയാണ് മുടിയെ പിടിച്ച് പഠിച്ചോണ്ട് പുസ്തകം വലിച്ച് തൂര കഴിഞ്ഞമാര്. ഞാൻ വരുമ്പോ വീടില്ല, வீடு மொத்தம் தகர்ந்து கிடக்குவா. உள்ள இருந்து படிச்சுக்கிட்டு இருந்தேன். அப்ப இவங்களாம் வந்து தலைமுடியை பிடிச்சு வெளில வலிச்சிருந்துட்டு. தலைமுடியை பிடிச்சு வலிச்சு ஆரெல்லாம் അറിയാവോ? പേരറിയാവോ? പേര് தெரியாது, பார்த்தா சொல்லுவேன். പറയാം. അപ്പൊ വലിയ ഒരു ആള് വന്നിട്ടാണ് മോളെ ഉപദ്രവിച്ചത് അല്ലേ? പുറത്തേക്ക് എടുത്തിട്ട് പിന്നെ വലിച്ചു நான் ஓடி பயந்து. அதுக்கப்புறம் வீடெல்லாம் உடைச்சிட்டாங்க. വീടൊക്കെ പൊളിക്കുന്ന മോള് കണ്ടോ? ഓടി. ഞാന് പഠിക്കുന്ന പുസ്തകങ്ങളും കാര്യങ്ങളും എല്ലാം ഇതിലായിരുന്നു. ഇവിടെ കിളിച്ച് ഞാൻ പുസ്തകമൊക്കെ എടുത്ത് കളഞ്ഞു. എത്രയല്ലേ പഠിക്കുന്ന? 10th. എന്റെ പേര് കർണൻ. ഞങ്ങൾ 1984 തൊട്ട് ഈ ഭൂമി ഞങ്ങൾ കൈവശത്തിരിക്കുന്നതാ. അതിനുശേഷം ഞങ്ങൾ പട്ട അപേക്ഷയൊക്കെ വെച്ച് ഇപ്പൊ പട്ട നിർത്തിയിരിക്കുന്ന ശേഷം നിർത്തി വെച്ചിരിക്കുക. ഇവര് 5 കൊല്ലമായിട്ട് ഞങ്ങൾ വീട് ഇതൊക്കെ വെച്ച് ഇവിടെ താമസം വന്നെങ്കില് ഒരേ പ്രാവശ്യം ഇവര് ഇങ്ങനെ ഒരു ശല്യമൊക്കെ നേരത്തെ കോപ്പറേറ്റീവ്സാണ് അതിരുന്നത്. ഇപ്പോൾ ഇത് ബത്തൽ പ്ലാന്റേഷൻ ആവശ്യപ്പെട്ടു. ഇത് ലീസിന് മേടിച്ചതിന് ബത്തൽ പ്ലാന്റേഷൻ ഈ ലീസിന് മേടിച്ചതിന് ശേഷമാ ഞങ്ങളുടെ ഭൂമിയാണെന്ന് ആവശ്യപ്പെട്ട് ഇത്രയും ചെയ്തത്. ഞങ്ങൾ പത്രം അപേക്ഷ വയ്ക്കുമ്പോഴും വില്ലേജില് ഇത് ഏത് സ്ഥലമാണെന്ന് നോക്കിയിട്ടാ അവര് നമുക്ക് ആ പട്ടം സ്ഥിരീകരിച്ച് വെച്ചിരിക്കുക. അതിനുശേഷം കോടതിയിലും ഇവരുടെ കേസ് 5 കൊല്ലമായിട്ടും ഉണ്ട്. അതിനുശേഷം ഒരു 10-35 പേരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കത്തിയും കമ്പും അരുവായും പെട്രോളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഈ 5 വീടും തട്ടി പൊളിച്ചെടുത്തത്. എല്ലാത്തും വെട്ടി കത്തി വരികയും കൊച്ചിനൊക്കെ കിടന്നപ്പോ സാറ് പുള്ളി പറഞ്ഞതുപോലെ ആ കൊച്ചിന് അന്ന് മേലിരുന്ന കല്ലിട്ട് കൊടുത്തേ. കൊച്ചി പെട്ടെന്ന് പുറത്ത് വന്നില്ലെങ്കിൽ അവന്മാരെ കൊച്ചിന് കൊന്നുകളയും. എല്ലാം പെട്രോൾ കത്തിയൊക്കെ പോലീസുകാർ ഇവിടെ വന്നിട്ടും പോലീസുകാർ നിൽക്കുമ്പോ തന്നെ അവന്മാര് അടുത്ത വീട് പൊട്ടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അവര് വിളിച്ചു വരുത്തിട്ടാണ് ഇവിടെ ആ കത്തി കമ്പ് ആ ഡീസലും എല്ലാം
കൈ കൊടുത്തു വെച്ച അവന്മാർ ഓടിപ്പോയത്. പോലീസിന്റെ കാവലിലാണ് ഗുണ്ടാകളായിട്ട്. പോലീസിന്റെ കാവൽ വന്നിട്ട് ഗുണ്ടായസം നടത്തി. സർക്കിളിനെ 2 പ്രാവശ്യം വിളിച്ച്. ആദ്യ പ്രാവശ്യം വന്നിട്ട് 3/4 മണിക്കൂറായിട്ടും പീരുമേട്ടിയൊന്നും ഇവിടെ എത്തില്ല. പോലീസ് കൃത്യ സമയത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ഇവിടെ ഞങ്ങൾ വിളിച്ച് 3/4 മണിക്കൂർ കഴിഞ്ഞാ പോലീസ് ഇവിടെ വന്നത്. രണ്ടാമത് വിളിച്ചപ്പോ അവർ വന്നിട്ട് സർക്കിൾ പറഞ്ഞ് അവർ വന്ന് 1/2 മണിക്കൂറായെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ആൾക്കാർ ചോദിച്ചപ്പോ വലിയ വരുന്ന ആൾക്കാർ പറഞ്ഞ് പാളത്തിന്റെ അവിടെ പോലീസ് വണ്ടി നിന്നുകൊണ്ട് കിടപ്പെന്ന് പറഞ്ഞ് ഇവര് എല്ലാ കേസ് കെട്ടും നടത്തിയിട്ടാ പോലീസ് അകത്തോട്ട് കയറി വന്നത്. അങ്ങനെ അതിന്റെ സംഭവം. അല്ല, ഇതിലെന്താ നിങ്ങൾക്ക് അതിന് ബോധ്യപ്പെടുന്നത്? ഞങ്ങൾ ബോധ്യപ്പെടുന്നത് പോലീസുകാർ ഇതിനകത്ത് MD-യുടെ കയ്യിലായി പോയെന്ന് തോന്നുന്നു. കാശ് മേടിച്ചിട്ടാ ചെയ്തിരിക്കുന്നത്. ഞങ്ങള് ഇത് നേരത്തെ 2 CA-മാരിന്ന് അവർ ന്യായമായ രീതിക്ക് സംസാരിച്ച് പീരുമേട് പോലീസ് സ്റ്റേഷൻ ന്യായമായിട്ട് രീതിക്ക് നടന്നുകൊണ്ട് പോയി. ഇപ്പൊ വന്നിരിക്കുന്നത് ആരാ പുതുതായിട്ട് ഒന്നും അറിയത്തില്ല. അവരുടെ ഭാഗത്തില് അവര് നിന്നു കൊടുത്തത്. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇത്ര മുന്നേ ഇപ്പൊ പോലീസുകാർ വരും, ശല്യം ചെയ്യും, സിവിൽ കേസിന് ഇടപെടാൻ പാടില്ലെന്ന് കമ്പനിക്കാർ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പോയപ്പോ അവരോട് വിളിച്ച് നിങ്ങളുടെ കയ്യിൽ പേപ്പർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കമ്പനി കയ്യിൽ പേപ്പർ ഇല്ല. അതിനകത്ത് എന്തിനാ പാവങ്ങളെ നിങ്ങൾ ശല്യം ചെയ്യുന്ന പോകുന്നു നേരത്തെ ഉള്ള CA ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാന്യമായ രീതിക്ക് പുള്ളി സംസാരിച്ചു വിട്ടെ. ഈ സിവിൽ കേസിൽ ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ, അപ്പൊ ഈ വീട് പൊളിച്ച കേസും മറ്റുള്ള ഗുണ്ടായസം ഒക്കെ ഉള്ളത് സിവിൽ കേസ് എങ്ങനെ വരും? അത് ക്രിമിനലാ. അത് ഒരു താമസ വീടിന് അവര് ഈ കേരളത്തിൽ ഇത്തരം സ്വതന്ത്ര നാട്ടില് ഇവര് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP എന്ന് ഇത്ര രാഷ്ട്രീയം കൊണ്ടിട്ടും പീരുമേട് വില്ലേജിന് ഈ പാവങ്ങളെ തട്ടി ഇതുവരെയായിട്ട് ഒരുത്തർ ഞങ്ങൾക്ക് വേണ്ടി ചോദിച്ചിട്ടില്ല. ഇതിന് ആവശ്യപ്പെട്ടില്ല. ഈ വീട് പോയിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് കണ്ടിരിക്കണം. ഇതുമായിട്ട് ഇവിടെ എത്തിയിട്ടില്ല. വോട്ട് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും വോട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മെമ്പറൊക്കെ വിജയിക്കാൻ വെച്ചത് ഇവിടെ ഞങ്ങൾ രാത്രിയും പകലും കഷ്ടപ്പെട്ടാ വിജയിക്കാൻ വെച്ചേ. അപ്പൊ ഇന്ന് പുള്ളി ഇതിനകത്തില്ല. എല്ലാം കമ്പനികളുടെ നിൽക്കുന്നത്. ഞങ്ങളുടെ അടുത്ത് ആരില്ല, പാവങ്ങളാണ് ഞങ്ങള്. പിന്നെ BSP-ക്കാര് ഇതിനകത്ത് ഇടപെട്ടിട്ട് ഞങ്ങൾ പത്രത്തിൽ കണ്ടിട്ട് അവര് വന്നാ ഇപ്പൊ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അവരില്ലെങ്കിൽ ഞങ്ങളെ എല്ലാത്തും കൊന്നുകളഞ്ഞാണ് ഇതിനു മുമ്പ്. ഏത് രാത്രിക്ക് വേണമെങ്കിലും ഞങ്ങളെ ജീവൻ തട്ടിപ്പറിക്കാനുള്ള ഇതുണ്ട്. ഒരു കാര്യം ശരി, ഈ പൊളിച്ചു കളഞ്ഞ വീട് നമ്പർ അതുപോലെ കറണ്ട് കണക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. കറണ്ട് കണക്ഷനൊക്കെ ഉണ്ടായിരുന്നു. കറണ്ട് കണക്ഷൻ കൊടുത്ത കറണ്ടിനെ ഇവര് ഊരിക്കൊണ്ട് പോയപ്പോൾ കളക്ടറിനോട് ഞങ്ങള് അപേക്ഷ വെച്ച് എല്ലാ കാര്യം നടത്തി അവരെല്ലാം അനുവദിച്ച് തിരിച്ച് കറണ്ട് കൊടുക്കാനായിട്ട് 3 ദിവസം കൊണ്ട് ഇന്ന് കറണ്ട് കൊടുക്കേണ്ട ദിവസം കൊണ്ട് വീട് അടിച്ച് പൊളിച്ച്. കുടിവെള്ളം പോലും ഞങ്ങൾക്ക് ഇല്ലാതെ കട്ടാക്കി വെച്ചിരിക്കുക. അതും കളക്ടറിനോട് കൊടുത്തിട്ട് താലൂക്കിൽ കൊടുത്ത് താലൂക്കയില് പഞ്ചായത്ത് ഏറ്റെടുത്ത് ഞങ്ങൾ കുടിവെള്ളം കൊടുത്തോളാന്ന്. അത് പറഞ്ഞിട്ട് തന്നെ 2 മാസമായിട്ട് പഞ്ചായത്തിൽ ഇരുന്ന് ആ കുടിവെള്ളം കൊടുക്കാതെ അവിടെ നിർത്തി വെച്ചിരിക്കുക. അതിന്റെ പേപ്പറും കാര്യമൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതേ കേരളമാണ്, UP അല്ല. കാണ് അതിക്രമം, ആളുകളോട് കാണിച്ചിരിക്കുന്ന അക്രമമാണ് ഈ കാണുന്നത്. അവരുടെ അധ്വാനമാണ്. മേഡം, എന്റെ പേര് മരുതതുറൈ എന്നാ. ഞങ്ങള് ഇവിടെ വന്നിട്ട് ഒരു 3 തലമുറയായിട്ട് ഇവിടെ തിരിച്ചു. പറയുമ്പോ വിഷമമുണ്ടല്ലേ? 3 തലമുറകളായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് യാതൊരു ഭൂമിയില്ല, യാതൊരു ഇതുമില്ല. പിള്ളേരുണ്ട്, പിള്ളേരെ കെട്ടിച്ചു വിട്ട് അങ്ങനെ അത് തന്നെ അങ്ങനെ കഞ്ഞി മാത്രം കുടിക്കാണ് ഞങ്ങൾക്കുള്ളു നടക്കുള്ളൂ. ഒരു വീട് വെക്കാനോ അതിനകത്ത് കയറി താമസിക്കാനോ പറ്റത്തില്ല. ഇവിടെ ഞങ്ങൾ തുടങ്ങിയിട്ട് ഇത് 84 തൊട്ട് ഞങ്ങളുടെ കൈവശത്തിലാണ് ഈ ഭൂമി ഉള്ളത്. അപ്പം ഇടയ്ക്ക് ഒരു പ്രാവശ്യം 21 തൊട്ട് ഞങ്ങൾ ഇവിടെ സ്ഥിരം താമസിക്കാൻ തുടങ്ങി. അപ്പൊ ഇടയ്ക്ക് ഒരു പ്രാവശ്യം എന്റെ സ്ഥലമാണ് മേഡം ഇത്. എന്റെ സ്ഥലത്തിൽ കയറി വാഴയൊക്കെ 10-50 വാഴ വെട്ടിയിരുന്നു. വാഴ വെട്ടിയിരുന്നു മേഡം. വെട്ടിയപ്പോ അപ്പൊ ഞാൻ പരാതി കൊടുത്തു. ഇവിടെ പരാതി കൊടുത്തപ്പോ ഇവർ ആരും ഒന്നും അന്വേഷിച്ചിട്ടില്ല. ഞങ്ങൾ ഉടനെ SP അടുത്ത് പോയി പരാതി കൊടുത്തു. SP അടുത്ത് പരാതി കൊടുത്തപ്പോ SP ഇവിടെ ലെറ്റർ അയച്ചപ്പോൾ ഇവിടെ വിളിച്ചിട്ട് എന്നെ ഇരുത്തിട്ട് ഇവര് ഇതുപോലെ ഇത് നമുക്ക് വാപ്പസ് മേടിക്കാം, ഇനി ഇതിനകത്ത് ആരും കയറത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇതേ മേഡം കത്തടിച്ച് എനിക്ക് ലെറ്റർ തന്നു. ഇനി ആരും നിങ്ങൾ ഉപദ്രവിക്കാൻ വരില്ലെന്ന് കത്ത് കൊടുത്തു. ഞാൻ അതിന് പിന്നെ കുറെ കപ്പയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഇതിനകത്ത് ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ ഒരു സ്റ്റോക്ക് പേഴ്സണാണ് മേഡം. എനിക്ക് കഞ്ഞി കുടിക്കാൻ ഒരു ഇതില്ല. അതുകൊണ്ട് ഞാൻ ഈ കപ്പ ഇതെല്ലാം വെച്ച് അങ്ങനെ കഴിഞ്ഞ് കുടിക്കൊണ്ടിരുന്ന ഇവിടെ ഈ സ്ഥലത്ത്. അങ്ങനെ അവർ സമ്മതിച്ചു. പോലീസുകാരും അന്ന് സമ്മതിച്ചാൽ എനിക്ക് ഈ എഴുതി ഒപ്പിട്ട് തന്നത്. നിന്നെ ആരും നീ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞു. ഇന്നലെ അവര് ഈ ഇടയ്ക്ക് ഇത്രയും പേര് വന്ന് 35 പേര് 40 പേർ അടുത്ത് വന്ന് ഈ അംബേദ്കർ ഫോടെ ഇവിടെ വരുന്ന അംബേദ്കർ ഫോടെ വലിച്ച് കീറി കളഞ്ഞിട്ട് നേരത്തെ ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു. നേരത്തെ ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു.
ഇപ്പം ഈ സ്റ്റാലിൻ ജോൺ എന്ന് പറഞ്ഞ സാറ് ഫീൽഡ് ഓഫീസറും അവിടുത്തെ മാനേജറും ഒരു കണ്ണാടിയിട്ട സാർ വന്നു. പുള്ളിയും ചേർന്ന് വലിച്ച് എടുത്തിട്ട് എന്റെ വാളയെ വെട്ടിക്കാൻ ചൊല്ലി ഇവിടുത്തെ കുറെ ആൾക്കാരും ചേർന്നുണ്ട്. എന്റെ വാള, എന്റെ കപ്പ, എന്റെ കൊടി, മിളക്, കാപ്പി എല്ലാം തറപ്പത്തേക്ക് നിങ്ങൾ കാണുമ്പോൾ ഞാൻ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും മേഡം. എത്ര കുടുംബമുണ്ട് ഇവിടെ? എത്ര കുടുംബം? 26 അടുത്തുള്ള കുടുംബമുണ്ട് മേഡം. ഇവിടെ കൂടുതലും ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്? പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് മാത്രം. എല്ലാവരും പട്ടികജാതി ഇതിൽ വർഗത്തിൽപ്പെട്ടവരാ. യഥാർത്ഥത്തിൽ ഈ ഭൂമിയുടെ യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥരാണ് നിങ്ങൾ. അതെ മേഡം. അവിടെ നിങ്ങൾക്ക് യാതൊരു രീതിയിലും ഒരു സപ്പോർട്ടിങ് ഇല്ല. നമ്മുടെ വോട്ട് മാത്രം അവർക്ക് വേണം. നമുക്ക് സപ്പോർട്ടിങ്ങിനോ ഇതിനും ആളില്ല. ഞങ്ങൾ ജയിപ്പിക്കാൻ വേണ്ടി ഇവർക്ക് എന്തോരം കഷ്ടപ്പെട്ടു. ഞങ്ങൾ കൊടി തൂക്കണം, നോട്ടീസ് ഓട്ടണം, പോസ്റ്റ് അടിക്കണം, ഇത് മാത്രമല്ല. അല്ലാതെ മേഡം ഒന്നും ഇവർ ഞങ്ങൾക്ക് ചെയ്യുന്നുമില്ല, ചെയ്യത്തുമില്ല. അംബേദ്കറുടെ ബാനർ ഇവിടെ വെച്ചാണ് വലിച്ചു കീറിയതാ മേഡം. 2 പ്രാവശ്യം വലിച്ചു കീറിയതാ. ആദ്യം ബിനു സാറ് സ്റ്റാലിൻ എന്ന് പറഞ്ഞ പരാതി കൊടുത്തിരുന്നു. അതും പോലീസുകാർ വിളിച്ചിട്ട് അത് അങ്ങനെ നിങ്ങൾ പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് സാർ വാപ്പസ് വാങ്ങിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വാപ്പസ് വാങ്ങിച്ചു. ഇപ്പോഴും അതുപോലെ തന്നെ ചെയ്തിട്ട് ഇങ്ങനെ ഞങ്ങള് ഭയങ്കര ഉപദ്രവം. രാത്രിക്കൊക്കെ കിടക്കാൻ പറ്റില്ല മേഡം. തന്നെയാണെങ്കിലും പ്രതീക്ഷയുടെ ഒരു ചെറിയ നുറുങ്ങുവട്ടം നമുക്കിവിടെയുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെ എതിർക്കുവാനും ചെറുക്കുവാനുമായി BSP എന്ന സംഘടനയുടെ പ്രവർത്തകരും നേതാക്കളും ഈ പാവപ്പെട്ട മനുഷ്യർക്കൊപ്പം വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ചെറിയ പ്രതീക്ഷയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തെപ്പക്കുളം അംബേദ്കർ കോളനിയിലാണ്. ഈ കഴിഞ്ഞ 8-ാം തീയതി അംബേദ്കർ കോളനിയിലെ 3-4 വീടുകൾ ഇവിടുത്തെ എസ്റ്റേറ്റിന്റെ മുതലാളിയും അവർ ഗുണ്ടകളും കൂടെ ചേർന്ന് അടിച്ച് തകർത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും നശിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് സന്ദർശിക്കാൻ വേണ്ടി വരികയും അപ്പോൾ തന്നെ BSPയുടെ പീരുമേട് മണ്ഡലം പ്രസിഡന്റ് ശ്രീ സോമൻ തേക്കുംപ്ലാക്കൻ, പീരുമേട് മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ കുര്യൻ ചിറ്റേത്ത് തുടങ്ങിയ ഞങ്ങൾ ഇവിടെ വന്ന് സന്ദർശിച്ചു. ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ ഈ ഒരു അവസ്ഥ കാണുന്നതും ഈ പാവങ്ങളുടെ വീട് ഇത്തരം രീതിയിലുള്ള അടിച്ചു തകർത്തിട്ടും ഇവിടുത്തെ ഗവൺമെന്റോ അല്ലെങ്കിൽ പോലീസ് അധികാരികളോ കളക്ടറോ യാതൊരുവിധ നടപടിയും ഈ ഗുണ്ടകൾക്കെതിരെ എടുക്കാതെ വന്നതിന്റെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടുത്തെ ആളുകളോട്ട് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോഴറിയുന്നത് 84 മുതൽ അവർ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയാണെന്നും ആ ഭൂമിയിൽ അവർ കൃഷി ചെയ്തത് ഇടയ്ക്ക് വന്ന എസ്റ്റേറ്റിന്റെ ഗുണ്ടകൾ വന്ന് അത് വെട്ടി തകർക്കുകയും അതിന് അവർ കേസ് കൊടുക്കുകയും ആ കേസിന്റെ അടിസ്ഥാനത്തിൽ ഇനി എസ്റ്റേറ്റുകാരും തന്നെ ഈ പ്രോപ്പർട്ടി കയറില്ല എന്ന് എഴുതി പോലീസിന്റെ സാന്നിധ്യത്തിൽ എഴുതി കൊടുത്ത സ്ഥലത്താണ് 8-ാം തീയതി. അതുമല്ല ഈ പ്രദേശത്ത് നിന്ന് വെളിയിൽ നിന്ന് പത്തനംതിട്ട എന്നുള്ള ആളുകളാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഒരു ജീവിതം അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീട് സുരക്ഷിതമല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കാണ് ഈ ഗുണ്ടകൾ ഇവിടെ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതും പോലീസിന്റെ സാന്നിധ്യത്തിൽ. പീരുമേട് പോലീസ് ഇവിടെ വന്ന് അക്രമം നടക്കുമ്പോൾ തന്നെ പ്രദേശവാസികൾ വിളിച്ചു പറയും. അതുപോലെ അവർ എന്നോട് ആവശ്യപ്പെട്ട് ഞാനും പോലീസിനെ വിളിച്ചറിയിക്കുകയും ചെയ്താണ്. SHO ഇവിടെ പോലീസുകാരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഇവിടെ ഗുണ്ടകൾ അഴിഞ്ഞാടുകയും അത് തന്നെ അവർ വടിവാളും വലിയ വാക്കത്തിയും പെട്രോളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ വന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വരുന്ന ആളുകളെ വെട്ടി തീയിടുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് വന്നിരിക്കുന്നതാണ് അവർ പറയുകയും അട്ടഹസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോലീസുകാർ ഇത് കണ്ടില്ല എന്ന് അടിച്ചാണ് പീരുമേട് പോലീസിന്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പറയുന്നു, ബഹുജൻ സമാജ് പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ഭൂമി ഇവരെ സംരക്ഷിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വരും ദിവസങ്ങളിൽ പീരുമേട് DYSP ഓഫീസിലേക്ക് മാർച്ച് വരെ സംഘടിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പറയുന്നത്, ഇതിന്റെ ഭരണാധികാരികൾ, ഉത്തരവാദപ്പെട്ട ആളുകൾ ഇത് കൃത്യമായി തന്നെ ഇവിടെ വന്ന് ഇവരെ സംരക്ഷിക്കണമെന്നും ഇതിൽ ഇനി മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന നടപടികളാണ് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതെന്നുമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ പല മേഖലകളിൽ പട്ടികജാതി പട്ടികവർഗക്കാരുണ്ടാകുന്ന അതിക്രമങ്ങൾ അത് ഗവൺമെന്റ് ശ്രദ്ധപ്പെട്ടിട്ട് പോലും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണ്. എങ്ങനെയാണ് നമുക്ക് ഈ പാവങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന, അവരുടെ സ്വൈര്യ ജീവിതം കെടുത്തുന്ന ഇതുപോലുള്ള എസ്റ്റേറ്റ് മാഫിയകൾക്ക് കൂട്ടുനിൽക്കുന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭൂരിപക്ഷവും. നമുക്കറിയാം, മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായ CPM, CPI, കോൺഗ്രസും BJP ഉൾപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടുത്തെ കുത്തക മുതലാളിമാർക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതുപോലുള്ള പാവങ്ങൾ അവരുടെ സ്വപ്നമായിരുന്ന വീട് പണിത് ആ വീട് താമസിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് മാറിയിരിക്കുന്നു. അതുപോലെ അവരുടെ കുടിവെള്ളം
മുടക്കിയിരിക്കുന്നു. അവരുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുന്നു. ഇതിനെല്ലാം കളക്ടർക്ക് പരാതി കൊടുത്തിട്ടും കളക്ടറിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ വന്ന് ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ അധികാരികൾ കൃത്യമായിട്ട് തന്നെ ഈ വിഷയങ്ങൾ ഇടപെടുകയും അതുപോലെ ഈ പാവങ്ങൾ വർഷങ്ങളായി തോട്ടങ്ങളിൽ പണിയെടുത്തുകൊണ്ടിരുന്നവരാണ്. അവർക്കിപ്പം പണിയില്ല, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല. അവരുടെ അച്ഛനമ്മമാർ മുതൽ പണിയെടുത്തിരിക്കുന്ന ആനുകൂല്യങ്ങളാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇവർക്ക് ജീവിക്കാൻ വേണ്ട അവരുടെ അവകാശങ്ങൾ മുഴുവൻ അവർക്ക് നൽകണമെന്നും തോട്ട ഉടമ കൃത്യമായി തന്നെ ഇവരുടെ കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ അവരുടെ സമ്പത്തും കൃത്യമായി തന്നെ ഇവർക്ക് തിരിച്ചു നൽകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വലിയ പ്രക്ഷോഭം ഞങ്ങളെ സംഘടിപ്പിക്കാനുള്ള അവസരം ഇനി ഉണ്ടാക്കരുത്. ഇനി ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന നമുക്കറിയാം പീരുമേടിനെ സംബന്ധിച്ച് തോട്ടമേഖല ഭൂരിപക്ഷവും പാട്ടഭൂമികളാണ്. ഈ പറയുന്ന ലാഡർ എസ്റ്റേറ്റ് പറഞ്ഞ പാട്ടഭൂമി പെടുന്നതാണ്. കുറച്ച് ഭാഗങ്ങൾ അവർക്ക് പട്ടയുള്ളെന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കണം, ഈ 7-7.25 ഏക്കറോളം ഭൂമി റവന്യൂ ഭൂമിയായിട്ട് ആ ഭൂമി കുടിൽ കെട്ടി താമസിക്കുന്ന ഈ പാവങ്ങളുടെ വീടാണ് ഇപ്പോൾ അടിച്ചു പൊളിച്ചിരിക്കുന്നത്. ഏതെങ്കിലും നിങ്ങൾക്ക് ഇവിടുത്തെ വാർഡ് മെമ്പർ, ഇവിടുത്തെ പഞ്ചായത്ത് ഭരണാധികാരികൾ, അതുപോലെ വില്ലേജ് റവന്യൂ വകുപ്പ് ഒരാൾ പോലും ഈ നിമിഷം വരെ ഈ മേഖല വന്നിച്ച് ഇവിടെ വന്നിച്ച് നിങ്ങൾക്ക് എന്താണ് വിഷയം ഉണ്ടായിരിക്കുക എന്ന് ചോദിക്കുവാൻ പോലും തയ്യാറാകാത്ത ഭരണകൂടങ്ങളാണ് നമ്മുടെ. എങ്ങനെയാണ് കേരളത്തിലെ ദളിതർ അവരുടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുക? ബഹുജൻ സമാജ് പാർട്ടിക്ക് പറയാനുള്ളത്, ബഹുജൻ സമാജ് പാർട്ടി ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ കുടിൽ കെട്ടിയ മുഴുവൻ ആളുകളുടെയും കുടിലും അവരുടെ വീടും നന്നാക്കി കൊടുക്കുവാനും അതുപോലെ തന്നെ അവരുടെ ഭൂമി സംരക്ഷിക്കാൻ ബഹുജൻ സമാജ് പാർട്ടി മുമ്പോട്ട് കടന്നു വരും. അതിന് യാതൊരു സംശയം വേണ്ട. തോട്ട ഉടമ തോമസ് മാത്യുവിനെ സംരക്ഷിക്കുന്ന പോലീസുകാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അത്രയും ആയുധങ്ങളുമായി പെട്രോളുമായി ഇവിടെ വന്നിട്ട് പോലും പോലീസുകാർ അവരുടെ ഈ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പീരുമേടിലെ പോലീസ് പോയതല്ലാതെ ഒരാളുടെ പേരിൽ പോലും നടപടി സ്വീകരിച്ചില്ല. അപ്പോൾ തന്നെ മനസ്സിലായി ഇവർക്കെല്ലാം പണം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. പണത്തിന്റെ മുമ്പിലാണ് ഇവരെല്ലാം മുട്ടമടക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പണം വാങ്ങിയിരിക്കുന്ന ആളുകളെല്ലാം ഇതിന് ഉത്തരവാദിത്വം പറയേണ്ടിയിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഈ ഭൂമി ഇവിടുത്തെ ഇതിന് അവകാശപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ കൈ തിരിച്ചു കൊടുക്കുന്നതോടും വരെ ഞങ്ങൾ അവരോടൊപ്പം ഉണ്ടാകുമെന്നും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, ഇവർക്ക് നഷ്ടപ്പെട്ട ഭൂമി ഈ നശിപ്പിച്ച ആരാണോ അവരാണ് ഇവർക്ക് ഈ വീടുകൾ വെച്ചു കൊടുക്കേണ്ടതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അധികാരികൾ അവരെ കൊണ്ട് ഈ വീട് വെപ്പിച്ചു കൊടുക്കാനുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം.